ഇപ്രകാരം സുഖപ്പെടുത്തി ഈശോ മുന്നോട്ട് പോവുകയാണ്. ഇംഗ്ലീഷ് കവിയായ തോമസ് ഗ്രേ പറഞ്ഞു വെക്കുന്നത്, നിങ്ങളുടെ ശവകുടീരം അലങ്കരിക്കേണ്ടത് നിങ്ങളുടെ സൽപ്രവൃത്തികളാകുന്ന പുഷ്പങ്ങൾ കൊണ്ടാണ്. പേരിൻ്റെയും മഹിമയുടെയും സ്ഥാനമാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആയ പുഷ്പങ്ങൾ നിങ്ങളുടെ ശവകുടീരങ്ങൾ അലങ്കരിക്കുന്നുവെങ്കിൽ അവ വാടുകയും ഉണങ്ങുകയും അഴുകിപ്പോവുകയും ചെയ്യും. എന്നാൽ സൽപ്രവൃത്തിയുടെ പുഷ്പങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ശവകുടീരം അലങ്കരിക്കുന്നുവെങ്കിൽ അത് വാടുകയോ ഉണങ്ങുകയോ കരിയുകയോ അഴുകിപ്പോവുകയോ ചെയ്യുകയില്ല. നിത്യം സൗരഭ്യം പരത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നന്മ ചെയ്ത് മുന്നേറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയെ പ്രകാശിപ്പിക്കുന്നത് നന്മ പ്രവൃത്തികളിലൂ കൂടെയാണ്. പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി എന്നുള്ള സന്ദേശം അവൾ അറിഞ്ഞ് അവൾ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധന്മാർ ഗർഭവതിയാകും എന്നുള്ള സന്ദേശം അവൾ അറിഞ്ഞ് അത് സ്വീകരിച്ചപ്പോൾ നന്മ പ്രവർത്തിക്കുവാൻ വേണ്ടി അവൾ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടി. ഈശോയുടെ സ്നേഹം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ സൽപ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് നന്മ പ്രവൃത്തികളിലൂടെയാണ്. ഈശോയുടെ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾക്ക് അടങ്ങിയിരിക്കാനും സാധിക്കുകയില്ല. നമ്മൾക്ക് നന്മ ചെയ്ത് മുന്നേറുവാനുള്ള കരുത്തിനായി പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.